ലവ് യു ഡേ പുല്ല്. അദ്ദേഹം പറഞ്ഞിട്ട് ചിങ്ങി വന്ന ഐ ലവ് യു. നമ്മളെ ചേക്ക് രാജീവേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 4 ദോശയും 1 വടയും കൂടെ 50 രൂപയ്ക്ക് കിട്ടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തുവാ? ഇവിടുത്തെ പ്രത്യേകത ഇതൊക്കെ തന്നെ. 4 ദോശയും 1 വട ഇവിടെ 50 രൂപ. എന്റെ ഒരു പാരമ്പുള്ള ഒരു പോണ്ടാണ്ട് അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ കുടിച്ചു കാണിക്കാണ്ട് അതൊരു ഗുണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഇവിടെ മയൻകുട്ടി ലെവലില്ലടേ. ലെവല് എന്തുകൊണ്ട് നിക്കണ്? അങ്ങനെ പോരല്ല മാലു. മാലു നിനക്കറിയോ എന്തോന്നാണല്ലേ ഐ ലവ് യു ഡേ പുല്ല്. നില്ലേ. നമസ്കാരം, ഞാൻ ബാബു സുജിത്താണ്. അതാണ് എൻ്റെ ഒരു പാരമ്പുള്ള ഒരു പോണ്ടാണ്ട് അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ കുടിച്ചു കാണിക്കാണ്ട് അതൊരു ഗുണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ആ ടേസ്റ്റ് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്ട്. ചായപ്പേടിയ ഒരു സുഹൃത്തിൻ്റെ കടയാണ് സുനീഷ്. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. ഇപ്പം കലാകാരന്മാരുടെ പ്രത്യേകിച്ച് മിമിക്രിക്കാരെ നമ്മുടെ ചേക്ക് രാജീവേട്ടനൊക്കെ അറിയാം. മിമിക്രിക്കാരുടെ ഉപജീവനമാർഗ്ഗം ഇപ്പം കടകളിലൊക്കെ ഇതുള്ള ചായക്കട, തട്ടുകട, അങ്ങനെയുള്ള കടകളൊക്കെയാണ്. അന്നേരം നമുക്കിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ചായ ടേസ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് ടേസ്റ്റുള്ള ഗുണ്ട്, ഏത്തക്കപ്പ, അതേപോലെ ഒരുപാട് പേരുകൾക്ക് അതീതമായ ടേസ്റ്റുള്ള ഒരുപാട് ഫുഡ് അവിടെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. കമോൺ സുനീഷേ. നമസ്കാരം. അത് ഞാൻ ആദ്യം വിചാരിച്ചു ഇതായിരിക്കും. ഇവിടെ കയറിയിരിക്കുന്നത് വൈഫാണ്. ഞാൻ പുതിയ സ്റ്റാഫാണ്. അല്ല സുനീഷേന്ന് വിളിച്ചപ്പോൾ തന്നെ എന്തോന്ന് വിളി കേട്ടോ. അല്ലെ നമസ്കാരം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞത് സുനീഷ്. അസാധ്യ ഒരു യൂട്യൂബറാണ്. അവന്റെ കടയിൽ തന്നെ ആണ്ടെ അസാധ്യ യൂട്യൂബറാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ മണ്ണിലിനൊക്കെ അടിച്ചു പോകുന്ന മിക്ക വീഡിയോസും നമുക്കറിയാം. അതുപോലെ തന്നെ അസാധ്യ ഒരു കലാകാരൻ കൂടിയാണ്. ഇതൊക്കെ ഉപരിയായിട്ട് ഏറ്റവും നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത്, അല്ലേ? അതെ, തീർച്ചയായും. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? രാവിലെ നമ്മൾ ഒരു 7 മണിയാകുമ്പോൾ കട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാം ആവിയിൽ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇടുന്നത്, പലഹാരങ്ങളാണ് ഇടുന്നത്. അത് ഇലയട ഉണ്ടാക്കും, പിന്നെ നമ്മുടെ ഗുണ്ടുണ്ടാക്കും, പിന്നെ കുഴക്കട്ട ഉണ്ടാക്കും. അങ്ങനെ ആവിയിൽ വെച്ച് ഒരു 10 മണി വരെ, 10-11 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൊരിപ്പിന്റെ ഐറ്റം എണ്ണയിൽ ഉപയോഗിച്ചത് സ്റ്റാർട്ട് ചെയ്യും. അതൊരു ഉച്ച 2 മണി വരെ ആയിരിക്കും. അത് എല്ലാം കുറച്ചേ ഇടത്തുള്ളൂ, എങ്കിലും ആ ചൂടോടാകുമ്പോൾ പൊയ്ക്കോളും. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 മണി. അതിന്റെ ഇടയ്ക്ക് സോഡാറിങ്ങുകളും അത് ഇതും ചായ അങ്ങനെയൊക്കെ ആയിട്ടങ്ങ് പോകും. നമ്മളെ ചേക്ക് രാജീവേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 4 ദോശയും 1 വടയും കൂടെ 50 രൂപയ്ക്ക് കിട്ടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തുവാ? ഇവിടുത്തെ പ്രത്യേകത ഇതൊക്കെ തന്നെ. 4 ദോശയും 1 വട ഇവിടെ 50 രൂപ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ അസാധ്യ കലാകാരനാണ് ചേക്ക് രാജീവേട്ടൻ. അദ്ദേഹത്തിന്റെ കട നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സുനീഷ് അളിയന്റെ മിമിക്രിയൊക്കെ ചെയ്യും. സ്റ്റേഷൻ ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ മീഡിയ വർക്ക് ചെയ്യുന്നുണ്ടായത് കടയിൽ രാവിലെ നിന്ന് ഓപ്പൺ ആക്കി വൈഫായിരിക്കുന്നത്. അത് കഴിഞ്ഞിരിക്കും. അതിന് പിന്നെ മീഡിയയുടെ വർക്കിനായിട്ട് പോകും. പിന്നെ കറങ്ങി വരുമ്പോ വൈകിട്ടാവും. പിന്നെ വൈകിട്ട് കട ഉള്ള ഇതേ ഉള്ളൂ. ഇതൊക്കെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി കണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ കണ്ട ബോളുകളൊക്കെ എത്തി മൊത്തത്തിൽ ഒരു കളർഫുള്ളാണ് ഇവിടുത്തെ. സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ ഈ പാരമ്പള്ളൊക്കെ തന്നെ അസാധ്യ ടേസ്റ്റാണ് ഗുണ്ട്. അപ്പം ബാക്കി നമുക്ക് കുറച്ച് പാക്ക് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും മിമിക്രിയും കൂടെ ചെയ്തു തരാം. ഓ, അതിനത് പറയാലോ. ഇപ്പൊ കുറച്ചാളായി എങ്കിലും ഞാൻ പറയാം. നമ്മുടെ കൊല്ലത്തിന്റെ MLA മുകേഷ് സാർ. മുകേഷ് സാർ. മുകേഷ് സാറിന്റെ ഇവിടെ മയൻകുട്ടി ലെവലില്ലടേ. ലെവല് എന്തുകൊണ്ട് നിക്കണ്? അങ്ങനെ പോരല്ല മാലു. മാലു നിനക്കറിയോ എന്തോന്നാണല്ലേ ഐ ലവ് യു ഡേ പുല്ല്. നില്ലേ. അസാധ്യ. നമ്മുടെ സുനീഷ് അളിയന്റെ മിമിക്രി കണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ട് ചിങ്ങി വന്ന ഐ ലവ് യു. അദ്ദേഹത്തിന്റെ വൈഫ് ഇങ്ങോട്ട്, പക്ഷെ അന്നൊരു പ്രശ്നമില്ല, മാലു ഐ ലവ് യു. അത് അടുത്ത മിമിക്രി ഏതാണ്? ജയറാമേട്ടന്റെ. ഈട ബാലിഷ്ണ നമ്മക്ക് ആ പപ്പേട്ടന്റെ കടയിൽ കയറി പൊട്ടും പപ്പടം കൂട്ടി പിടുത്തക്കിട്ട് പിടിച്ചാലോ? അയ്യേ, പ്രേമിക്കാൻ പറ്റിയ ചിലക്ക്. ഏടാ മക്കളെ, നിന്റെ ഒരു ഫോട്ടോയിലൂടെ ഫ്രെയിം ചെയ്ത ഒരാറ്റ കീറുക. അതും സെറ്റായിരുന്നു. മൊത്തത്തിൽ അവിടെ സുനീഷ് അളിയന്റെ ഈ കടയിൽ നിന്നാണ് ഈ മിമിക്രിയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും വളരെ മനോഹരമായിട്ട് എന്നും മുന്നോട്ട് പോട്ടെ. ഒരുപാട് വേദികൾ കിട്ടട്ടെ. അതേപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ എത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. ഈ കട എന്നും ഇങ്ങനെ ഉയർത്തി മുന്നോട്ട് ഒരുപാട് പേർക്ക് പിന്നെ രുചികരമായ ആഹാരം കൊടുക്കാൻ കഴിയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു സുജിത്ത്. ഓക്കെ.